നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ വമ്പൻ നിക്ഷേപവുമായി ചൈന ആസൂത്രണം ചെയ്തതാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി. പാക് അധിനിവേശ കാശ്മീരിൽ ചൈനയും പാകിസ്ഥാനും ചേർന്ന് സാമ്പത്തിക ഇടനാഴിയും ചൈന സൈനിക അടിസ്ഥാന സൗകര്യ പദ്ധതികളും നിർമ്മിക്കുന്നതിൽ കടുത്ത എതിർപ്പുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. 2015 ഏപ്രിൽ 20 ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും CPEC പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതിനായി $46 ബില്യൺ 51 കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചിരുന്നു. ഇതനുസരിച്ച് 1963 അതിർത്തി കരാർ പ്രകാരം പാകിസ്ഥാൻ ചൈനയ്ക്ക് സമ്മാനിച്ച ഷക്സ്ഗാം വാലിയിലാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി സജ്ജമാകുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ, ഖൈബർ പക്തൂൺഖ്വ, പടിഞ്ഞാറൻ പഞ്ചാബ് പ്രവിശ്യകളിൽ വികസിപ്പിച്ചതും നവീകരിച്ചതുമായ റോഡ് ശൃംഖലയാണ് CPEC പദ്ധതി വിഭാവനം ചെയ്യുന്നത്. കാരക്കോറം മേഖലയുടെ ഭാഗമായ ഇവിടെ ചൈന വ്യാപകമായി സൈനിക ആവശ്യത്തിനുള്ള പദ്ധതികളും സജ്ജമാക്കുന്നുണ്ട്. ഷക്സ്ഗാം താഴ്വര ഇന്ത്യയുടെ ഭാഗമാണെന്നും 1963 ചൈന പാകിസ്ഥാൻ അതിർത്തി ഉടമ്പടിയിലൂടെ ഈ പ്രദേശം ചൈനയ്ക്ക് നിയമവിരുദ്ധമായി വിട്ടുനൽകാൻ ശ്രമിച്ചത് ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെന്നും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി നിയമവിരുദ്ധവും അസാധുവുമാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു. CPECയിൽ പുതുതായി ഉൾപ്പെടുത്തിയതാണ് ഷക്സ്ഗാം താഴ്വരയിലും ഇടനാഴി നിർമ്മിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിന്റെ ഭാഗമായ തന്ത്രപ്രധാനമായ പ്രദേശമായ ഷക്സ്ഗാം താഴ്വരയിൽ ചൈന അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടി നൽകുകയായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ്. കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള 3.5 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന അതിർത്തി തർക്കത്തിനിടയിലാണ് ഈ മേഖലയിലെ ചൈനീസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 2015 പ്രവർത്തനം ആരംഭിച്ച CPEC ചൈനയുടെ കോടിക്കണക്കിന് ഡോളറിന്റെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ കേന്ദ്ര ബിന്ദുവാണ്. ചൈനയുടെ ധനസഹായത്തോടെയുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികളിലൂടെ ബീജിംഗിന്റെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പിലാകുന്നത്. പാക് അധിനിവേശ കാശ്മീരിലെ തർക്ക പ്രദേശങ്ങളിലൂടെയാണ് ഇത് കടന്നുപോകുന്നത്. മലാക്ക കടലിടുക്കിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഗ്വാദറും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗിക്കാനാണ് ചൈന ലക്ഷ്യമിടുന്നത്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് കിഴക്കൻ ചൈനീസ് തുറമുഖങ്ങളിലേക്കുള്ള എണ്ണയ്ക്ക് ഏകദേശം 4500 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിന് സാധ്യതയുള്ള ഈ പാത ചില എതിരാളികളുടെ സാന്നിധ്യം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. അപകടങ്ങൾ ഒഴിവാക്കപ്പെടുന്നുണ്ടെന്ന് CPEC ഉറപ്പാക്കുന്നു. കൂടാതെ വർഷം മുഴുവനും ചൈനയ്ക്ക് എണ്ണ വിതരണം ഉറപ്പാക്കുന്നു. വടക്കു പടിഞ്ഞാറൻ ചൈനയിലെ അസ്വസ്ഥമായ പ്രവിശ്യകൾ വികസിപ്പിക്കാനും CPEC പ്രതീക്ഷിക്കുന്നു. കറാച്ചി ആണവ നിലയ പദ്ധതിയുടെ നവീകരണവും പഞ്ചാബിലെ ചഷ്മ 3-4 ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതും പാകിസ്ഥാന്റെ വൈദ്യുതി സ്ഥിതി മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. CPEC പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയാൽ ദക്ഷിണേഷ്യൻ മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങൾക്ക് അത് ഭീഷണിയാകും. ഇന്ത്യയെ വളയുക എന്ന തന്ത്രപരമായ ലക്ഷ്യം കൈവരിക്കാൻ ഇത് ബീജിംഗിനെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക ഇടനാഴി നിലവിൽ വരുന്നത് ഇന്ത്യ ഏതു വിധേനയും തടയും. നിലവിൽ പദ്ധതിയുടെ 73% പണി പൂർത്തിയായിട്ടുണ്ട്. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവ പൂർണ്ണമായും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ചൈന പാകിസ്ഥാൻ അതിർത്തി കരാറോ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയോ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. ഇക്കാര്യം പാകിസ്ഥാനെയും ചൈനയെയും പലവട്ടം അറിയിച്ചിട്ടുമുണ്ട്. ഈ പ്രദേശത്ത് അനധികൃതമായി മാറ്റങ്ങൾ വരുത്തുന്നതിനെതിരായ ശക്തമായ പ്രതിഷേധവും ഇന്ത്യ നിരന്തരം അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ കൈയടക്കി വച്ചിരിക്കുന്ന ഷക്സ്ഗാം വാലി പൂർണ്ണമായും ഇന്ത്യയുടേതാണെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാക് അധിനിവേശ കാശ്മീരിൽ ഏകദേശം 590 കിലോമീറ്റർ വരുന്ന പ്രദേശമാണ് കാരക്കോറം. ചൈനയാകട്ടെ ഇന്ത്യൻ അതിർത്തികളോട് ചേർന്ന് നുഴഞ്ഞുകയറ്റം നടത്തി വ്യാപകമായി സൈനിക സാന്നിധ്യം ഉയർത്തുകയാണ്. ഇക്കാര്യത്തിലുള്ള ശക്തമായ പ്രതിഷേധവും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു സുപ്രധാന ഭാഗമായ സിയാച്ചിൻ ഹിമാനി ഷക്സ്ഗാം താഴ്വരയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകിച്ച് 2020 കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യൻ ചൈനീസ് സൈനികർ തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ തന്ത്രപരമായ പ്രാധാന്യമുള്ള ഒരു സ്ഥലമായി ഇത് കണക്കാക്കിയിട്ടുണ്ട്. കിഴക്കൻ ലഡാക്കിൽ പ്രത്യേകിച്ച് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈന നടത്തുന്ന വിപുലമായ സൈനിക വിന്യാസം ഡെപ്സാങ്, ദൗലത് ബേഗ്, ഓൾഡി തുടങ്ങിയ പ്രദേശങ്ങളിലെ ഇന്ത്യൻ സ്ഥാനങ്ങൾക്ക് ഭീഷണിയാണ്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി
പാകിസ്ഥാനിലേക്ക് സൈന്യത്തെ വിന്യസിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് ചൈന പറഞ്ഞിരുന്നു. സൈനികരെ വിന്യസിക്കാൻ സാധ്യതയുള്ളതുൾപ്പെടെ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ കൂടുതൽ നേരിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ചൈന തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. പാകിസ്ഥാനും സുരക്ഷാ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ പാകിസ്ഥാനുമായി ചേർന്ന് തീരുമാനം കൈക്കൊള്ളാനും ചൈന ഒരുങ്ങുന്നുണ്ട്. മൊബൈൽ സുരക്ഷാ ഉപകരണങ്ങളും ബാലിസ്റ്റിക് പ്രൊട്ടക്റ്റീവ് വാഹനങ്ങളും ഉൾപ്പെടെയുള്ള സുരക്ഷാ പദ്ധതികളാണ് ചൈന മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ പാകിസ്ഥാനിൽ ഏകദേശം 30,000 ചൈനീസ് പൗരന്മാരാണ് ജോലി ചെയ്യുന്നത്. 2015 CPEC തുടങ്ങിയതിനു ശേഷം ചൈന ഏകദേശം $62 ബില്യൺ പാകിസ്ഥാനിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ ചൈന-പാകിസ്ഥാൻ അതിർത്തി കരാറോ ചൈന-പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയോ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. ഇതിനിടയിൽ ചൈനയുമായും ബംഗ്ലാദേശുമായും സഖ്യത്തിന് വീണ്ടും ആഹ്വാനം ചെയ്ത് പാകിസ്ഥാൻ. ചൈനയുമായും ബംഗ്ലാദേശുമായും ത്രികക്ഷി സഹകരണ ചട്ടക്കൂട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാകിസ്ഥാൻ സർക്കാർ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക ബന്ധം, വ്യാപാരം, വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ബംഗ്ലാദേശിലേക്കും ചൈനയിലേക്കുമുള്ള സന്ദർശന വേളയിൽ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി അടുത്തിടെ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. ചൈനയെയും ബംഗ്ലാദേശിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന എന്നതിലൂടെ ഇന്ത്യക്കെതിരെ ഒരു സഖ്യം രൂപീകരിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണ്. ത്രിരാഷ്ട്ര ഗ്രൂപ്പിംഗിനെ കുറിച്ച് വ്യാഴാഴ്ച പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് താഹിർ ആൻഡ്രാബിയോട് ചോദിച്ചപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ തലത്തിൽ കഴിഞ്ഞ വർഷം ചട്ടക്കൂട് ആരംഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. 3 രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നത് ഗുണകരമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശക്തമായ ഒരു സഖ്യം കെട്ടിപ്പടുക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസിന്റെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ ഈ ദിശയിലേക്ക് നീങ്ങാൻ അവരെ ധൈര്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്ത്യയെ ഉൾപ്പെടുത്താത്ത ഒരു കൂട്ടായ്മയിൽ പാകിസ്ഥാൻ ഭാഗമാകുന്നതിൽ തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് ബംഗ്ലാദേശ് അടുത്തിടെ പ്രസ്താവിച്ചിരുന്നു. പ്രധാനമായും സാർക്ക് കൂട്ടായ്മ ദുർബലമായെന്നും അതിനാൽ ഒരു പുതിയ കൂട്ടായ്മ രൂപീകരിക്കണമെന്നും പാകിസ്ഥാൻ വാദിക്കുന്നു. ഈ ശ്രമത്തിൽ ചൈന പാകിസ്ഥാനെ പരസ്യമായി പിന്തുണയ്ക്കുന്നുമുണ്ട്. തൽഫലമായി ഒരു പുതിയ പ്രാദേശിക സഖ്യത്തിൽ ചേരാനാണ് പാകിസ്ഥാൻ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളോട് നിർദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ചൈനയെയും ബംഗ്ലാദേശിനെയും ഉൾപ്പെടുത്താനാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. മലയാളി വാർത്ത പ്ലസ്. Malayali Warta Plus. Like, share and subscribe.